ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അമല എഴുതിയിരിക്കുന്ന ഒരു മെയിലിൽ കിടക്കാം. മാഡം, എനിക്ക് 35 വയസ്സുണ്ട്. യഥാർത്ഥ പേരല്ല കേട്ടോ. ഞാൻ ഒരു അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഒരു മകൾ മാത്രമേ എനിക്കുള്ളൂ. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഒരു എൻജിനീയറാണ്. ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഗൾഫിലായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ്. ഞാൻ ഭർത്താവിൻ്റെ കൂടെ കുറേ നാൾ ഗൾഫിലായിരുന്നു. കുറച്ച് വർഷമായിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്നു. 2 വർഷം ഇവിടെ ചെലവഴിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഗൾഫിലേക്ക് പോയി. ഭർത്താവിന് ഒരു അനിയത്തിയുണ്ട്, ഒരു അനിയനുമുണ്ട്. അവർ രണ്ടുപേരും വിദേശ രാജ്യത്ത് സെറ്റിൽഡാണ്. ഞങ്ങൾക്കും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അമ്മ സമ്മതിക്കില്ല. കാര്യം അമ്മയുടെ ആദ്യത്തെ മോനല്ലേ, അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അനിയനോടൊന്നും ഇത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല. സ്വന്തം മകളോടുമില്ല. മൂത്ത മകനോട് ഭയങ്കരമായ അറ്റാച്ച്മെൻ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവ് വരണം. ഒരു വർഷത്തിൽ 2 വട്ടമെങ്കിലും അദ്ദേഹം വരും. പിന്നെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. കാര്യം അമ്മയ്ക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അമ്മയുടെ കൂടെ ആരെങ്കിലും വേണ്ടേ. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നു. കുട്ടിയെ പഠിക്കാൻ വിട്ടു. പിന്നെ ഞാൻ ജോലിക്കും പോയി. ഏകദേശം 7 വർഷത്തിന് മുമ്പാണ് അമ്മായിച്ചൻ മരിച്ചു പോകുന്നത്. അമ്മായിമ്മയും അമ്മായിച്ചനും തമ്മിൽ അത്ര രസത്തിലൊന്നും ആയിരുന്നില്ല. പുള്ളിക്കാരൻ ഒരു സ്ട്രിക്റ്റ് ടൈപ്പാണ്. അവസാന കാലത്താണെങ്കിലും അമ്മായിമ്മ പുള്ളിയെ നോക്കുകയോ കാണുകയോ ഒന്നും ചെയ്യില്ല. ഹോം നേഴ്സിനെയൊക്കെ നിർത്തിയിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്തായാലും അമ്മായിച്ചൻ മരിച്ചു കഴിഞ്ഞതിൽ പിന്നെ അമ്മ കുറച്ചുകൂടി സ്വതന്ത്രയായിട്ടും കളിയും ചിരിയും തമാശയായിട്ട് എന്നോട് സംസാരിക്കാനും ഇടപെടാനൊക്കെ തുടങ്ങി. അതിനു മുമ്പ് അത്ര വലിയ ഒരടുപ്പം ഞങ്ങൾ തമ്മിലില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുട്ടിയും കൂടി ഒന്നിച്ച് ആ വീട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആയത്. അത് മനോഹരമായിട്ട് എനിക്ക് തോന്നി. നേരത്തെ ഇത്തിരി ഇറിറ്റബിളായിരുന്നു അമ്മായിമ്മ. ഭർത്താവ് മരിച്ചതിൽ അമ്മയ്ക്ക് വലിയ സങ്കടമില്ലെന്ന് ഒരു ദിവസം എനിക്ക് ചോദിക്കേണ്ടി വന്നു. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി, ചിലപ്പോൾ ചില ആളുകൾ ഇല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഭാഗ്യത്തിന് എൻ്റെ മക്കൾക്ക് എൻ്റെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. തന്തയുടെ സ്വഭാവമായിരുന്നെങ്കിലുണ്ടല്ലോ നീ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്നേനെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര പ്രശ്നക്കാരായിരുന്നു അച്ഛൻ. അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് ഞാൻ ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കും. ഭർത്താവിന് എന്നോട് മാത്രമേ ഉള്ളൂ താല്പര്യം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. മറ്റ് പെണ്ണുങ്ങളെ നോക്കുമെങ്കിലും അവരുമായിട്ട് അടുക്കാനൊന്നും വയ്യ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂ, അത് ഞാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എല്ലാ രീതിയിലും ഞാൻ പെരുമാറണമെന്ന് ആദ്യം മുതലേ എന്നോട് പറയും. എന്ത് പറഞ്ഞാലും ഞാൻ ആദ്യം പറയും, എനിക്ക് പറ്റില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ വീഡിയോ കാണുന്ന പോലൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയും. പക്ഷേ പുള്ളി എന്നോട് സ്നേഹത്തോട് പറയും, അതൊക്കെ എളുപ്പമാണ്. ആ പെണ്ണുങ്ങൾക്ക് പറ്റുമെങ്കിൽ നിനക്കും പറ്റും, ആ ആണുങ്ങൾക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റും. നമുക്ക് രസമല്ലേ, എനിക്ക് എല്ലാറ്റിനും നീയല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം ഓർക്കുമോ ശരിയാവില്ലെന്ന്. പക്ഷേ അദ്ദേഹം എന്നോട് പറയുമ്പോൾ ഞാനങ്ങ് അനുസരിച്ച് പോകും. അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ്. എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കുതിര ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടില്ലേ, ചാടിപ്പോകും. അങ്ങനെ ഞങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കളരിയിൽ ഒന്ന് പയറ്റി നോക്കിയിട്ടുണ്ട്. അതിൻ്റേതായ അടുപ്പം ഞങ്ങൾക്കിടയിലുണ്ട് താനും. രാത്രി വിളിക്കുമ്പോൾ പറയാനാണെങ്കിലും ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ ജോലിയായി പോകുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ മറ്റാരെങ്കിലുമായി സൗഹൃദം ഉണ്ടാക്കുന്നതോ അടുക്കുന്നതോ ഭയങ്കര അസൂയാണ്. അതിന് സമ്മതിക്കില്ല. എൻ്റെ സ്ത്രീകളായുള്ള കൂട്ടുകാരികളെ പോലും പുള്ളി അംഗീകരിക്കില്ല. അത്തരമൊരു ടൈപ്പാണ്. ബാക്കി എല്ലാം കൊണ്ടും ഓക്കെ ഒരു മനുഷ്യനാണ്. എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ഒരു 80% ഞാൻ കേൾക്കട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരികളെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ ഒന്നും വീട്ടിലേക്ക് വിളിക്കില്ല. ഇത്രയും സ്നേഹമുള്ള ഭർത്താവ് പറയുമ്പോൾ എന്തായാലും ഒരു 80% ഞാൻ അനുസരിക്കട്ടെ. ഏകദേശം 1 വർഷത്തിനൊക്കെ മുമ്പാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എടി ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എനിക്ക് ഒരു നല്ല അവസരം വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത് ഏറ്റെടുക്കട്ടെ. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. എന്താ ചേട്ടാ, എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ഞാൻ ആകാംക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കമ്പനി മറ്റൊരു രാജ്യത്തേക്ക് ആളുകളെ അയക്കുന്നു. അവിടെ സ്പെഷ്യൽ വർക്കും സ്പെഷ്യൽ സാലറിയുമൊക്കെയാണ്. പക്ഷേ
ഭയങ്കര ബിസി ആയിരിക്കും. എന്നത്തെ പോലെ വിളിക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാനോ പറ്റില്ല. ഒരു 2 വർഷം മാക്സിമം ബിസി ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണം സമ്പാദിക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. വിദേശ രാജ്യത്ത് എന്തായാലും സെറ്റിലാകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും 2 വർഷം ചെലവഴിച്ച് നല്ലൊരു ക്യാഷ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ബിസി ആയിരിക്കും. ഏകദേശം 6 മാസമാകുമ്പോഴേക്കും നിങ്ങൾ എവിടാ, നിങ്ങൾ നാട്ടിൽ വരുന്നില്ലേ, ഞാൻ കാത്തിരിക്കുകയാണെന്ന് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞു. ഇതെന്ത് കുത്ത്, ഇപ്പോൾ എനിക്കായ കുറ്റം. നിങ്ങളല്ലേ എല്ലാ ദിവസവും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, 6 മാസം കൂടി ഇരിക്കുമ്പോഴേക്കും ഓടി വരുന്നത്. എന്നാലും നീയും കൂടെ എൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ ഞാനിങ്ങനെ ഓടി വരുന്നത്. അപ്പോൾ ഞാൻ കട്ടയ്ക്ക് നിൽക്കരുതായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഇത്തിരി ഒന്ന് ലോ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെന്നെ കുറ്റം പറയുമായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? എടി, നീ എന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ, നീ സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ 2 വർഷം നന്നായി അധ്വാനിച്ച് കുറേ പണം സമ്പാദിക്കാം. നമുക്ക് ഒരു കൊച്ചുണ്ടത് ഓർക്കണമെന്ന്. ഞാൻ പറഞ്ഞു കൊച്ച്, ശരി, എന്നെക്കാട്ടി പ്രശ്നം നിങ്ങളുടെ അമ്മയ്ക്കാണ്. അമ്മയോട് പറഞ്ഞ് അനുവാദം മേടിക്കാൻ പറഞ്ഞു. അമ്മയോട് സാലറിയും മറ്റും പറഞ്ഞു. 2 വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് ഓക്കെയാണ്, പ്രശ്നമില്ല, 2 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ, നല്ലൊരു പണം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാനും അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ പുള്ളിക്കാരൻ പോയതിൽ പിന്നെ ഭയങ്കര ബിസിയാണ് മാഡം. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് വിളിക്കും, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കും, പ്രശ്നമൊന്നുമില്ല, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ പണം 1 മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയതിൻ്റെ ഒരു 3 മടങ്ങിൽ കൂടുതൽ അയച്ചു. ശരിക്കും എനിക്ക് സന്തോഷമായി. ഭർത്താവിൻ്റെ സാമീപ്യമില്ലെങ്കിലും എനിക്ക് പണം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നോർത്തു. പക്ഷേ ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ഇളക്കങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. പോരാ, പുള്ളി വരേണ്ട സമയമായി. വാവെടുക്കുമ്പോൾ പശുക്കുട്ടിക്കറിയാമല്ലോ എന്ന് പറഞ്ഞതുപോലുള്ള കാര്യമായിരുന്നു എനിക്ക്. ആദ്യം ഞാൻ സഹിച്ചു. പിന്നെ ഭർത്താവ് കുറച്ചു നേരം സംസാരിച്ച ഒരു ദിവസം ഞാൻ പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ വരാത്തതുകൊണ്ട് എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ജ്വലിക്കുന്നു, കാട്ടുതീ പോലെ. അത് ആഞ്ഞാഞ്ഞ് കത്തുന്നു. മഴ പെയ്ക്കാൻ നിങ്ങളില്ലോ ചേട്ടാ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞപ്പോൾ പുള്ളി കാര്യമായിട്ട് എടുത്തില്ല. രണ്ടാമത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ, ഇതൊക്കെ പറയുമ്പം എനിക്ക് ടെൻഷനാണ്. നീ വഴിതെറ്റിപ്പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ ഇതൊക്കെ നിർത്തി അങ്ങ് വരികയാണെന്ന്. അയ്യോ, അങ്ങനല്ല, നിങ്ങളോടല്ലേ ഞാൻ പറയാൻ പറ്റൂ. എൻ്റെ ഭർത്താവല്ലേ നിങ്ങളും. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? നിങ്ങൾ തന്നെയാണ് ഈ വിത്തെല്ലാം പാകിയത്. ഇപ്പം നിങ്ങളില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നീ 2 വർഷം സഹിക്കുമോ ഇല്ലയോ അതെനിക്കറിഞ്ഞാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി 2 വർഷമല്ല 2000 വർഷം വേണമെങ്കിൽ ഞാൻ സഹിക്കുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, മഴ പെയ്യിപ്പിക്കുന്ന ഒരു യന്ത്രം നമുക്ക് വാങ്ങിയാലോ? ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു യന്ത്രമുണ്ടോ എന്ന്. അപ്പോൾ പുള്ളി എനിക്ക് കുറേ മോഡൽസൊക്കെ അയച്ചു തന്നു. ഇത് ഇന്ത്യയിലും കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വരുന്നുണ്ട്, ഞാൻ വാങ്ങിച്ച് കൊടുത്തുവിടാം. പുറമേ പാളി വേറൊന്നായിരിക്കും, അകത്ത് ഇതായിരിക്കും. പലതരം യന്ത്ര തന്ത്ര സംവിധാനങ്ങൾ അതിൽ കാണും. നിനക്ക് നല്ലതായിരിക്കും, മോളുടെ സമസ്യയ്ക്ക് ഒരു പരിഹാരമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, ഹസ്ബൻഡ് പറഞ്ഞ വിദ്യ സൂപ്പറായിരിക്കുമെന്ന്. എങ്കിൽ അങ്ങനെയാകട്ടെ ചേട്ടാ, നിങ്ങളെ ഓർത്തുകൊണ്ട് ഹൈവേയിൽ കൂടി സ്പീഡിൽ അങ്ങ് വാഹനം ഓടിക്കാൻ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. പുള്ളി പിന്നെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്ന ആളാണല്ലോ. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് എനിക്ക് മറ്റ് സാധനങ്ങൾക്കൊപ്പം ഇതും തന്നു. അവസാനം അത് അഴിച്ചു വെച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പ്രവർത്തന മേഖലകളും പ്രവർത്തന രീതികളും എല്ലാം എനിക്ക് പിടികിട്ടി. അന്ന് രാത്രി തൊട്ട് ഞാനൊരു കലക്കാൻ തുടങ്ങി. എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം യന്ത്രങ്ങൾക്ക് ടൈം ലിമിറ്റില്ല. മുന്നാമ്പുറവും പിന്നാമ്പുറവും എല്ലാം യന്ത്രങ്ങൾ നിറഞ്ഞ ഒരു വീടായി അത് മാറി. അന്ന് തൊട്ട് ഹസ്ബൻഡിനോട് പറയാൻ സന്തോഷമല്ലാതെ പരാതികളോ പരിഭവമോ ഒന്നും എനിക്കില്ലായിരുന്നു. ഹസ്ബൻഡ് ടെൻഷനും മാറിക്കിട്ടി. എനിക്കതൊക്കെ ഇഷ്ടമായെന്നും ഹസ്ബൻഡിൻ്റെ സജഷൻസ് മൂലം ഞങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് പോയെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ടെൻഷനും അങ്ങ് പോയി. അയച്ചു തരുന്ന കാശ് പിന്നെയും കൂടി. അവിടെയും ആനന്ദം, ഇവിടെയും ആനന്ദം, നിർത്താതെ ആനന്ദം മാത്രം. പക്ഷേ ആനന്ദത്തിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം സംഭവിച്ചു. അതെന്താണെന്ന് വെച്ചാൽ,
അമ്മായിയമ്മ ഒരു ദിവസം എന്നോട് ചോദിച്ചു, എടി രാത്രിയാകുമ്പോൾ നീ എന്താ ഉറക്കത്തിൽ കിടന്ന് ഞെരങ്ങുകയും മൂളുകയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഉറക്കത്തിൽ ശബ്ദമൊന്നും ഉണ്ടാക്കില്ലല്ലോ അമ്മേന്ന്. അല്ലല്ലല്ല, നീ ഇടയ്ക്ക് രാത്രിയിൽ ഞെരങ്ങുകയും മൂളുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ അത് കേൾക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? അമ്മയുടെ മുറി കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഞരങ്ങുന്നത് മൂളുന്നതും ഒക്കെ കേൾക്കുമോ ഉറക്കത്തിൽ? അത് എൻ്റെ മുറി കിടന്നപ്പോഴല്ല, ഞാനിപ്പോൾ അധികം ഉറക്കമൊന്നുമില്ലാതെ ദേ ഇതോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാത്രി ഒന്ന് നടക്കും. അയ്യോ അമ്മയ്ക്ക് അങ്ങനെ ഒരു ശീലമുണ്ടോ? ഉണ്ട്, നിനക്കതറിയില്ല. അപ്പോഴാണ് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേട്ടത്. നിനക്ക് എനിക്ക് തോന്നുന്നു അവൻ വരാതിരിക്കുന്നുണ്ട്, ടെൻഷൻ കാണുമായിരിക്കും. അങ്ങനെയായിരിക്കാം നീ ഉറക്കത്തിൽ എന്തെങ്കിലും പിച്ചും പേയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു. നിർത്താത്ത ജ്വലനത്തിൽ ആരാണെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടാക്കി പോകുമല്ലോ. പക്ഷെ പുള്ളിക്കാരിക്ക് മനസ്സിലായല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞ അറിയില്ല അമ്മേ, ശരിയായിരിക്കാം. അമ്മ പറഞ്ഞതിനെ ഞാനങ്ങ് അംഗീകരിച്ചു. എൻ്റെ കുട്ടി അമ്മയോടാണ് കിടക്കുന്നത്. അമ്മയ്ക്ക് പിന്നെ പ്രായമായതുകൊണ്ട് ഉറക്കമൊക്കെ ഇത്തിരി കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് സാരമില്ല എന്ന് വിചാരിച്ചു. ഉറക്കത്തിൽ ഞാൻ പിച്ചും പേയും ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നു. സത്യം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാനും അങ്ങ് അംഗീകരിച്ചു കൊടുത്തു. അതല്ലേ അതിൻ്റെ ഒരു വഴി. ഒരു ദിവസം ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നു. ആ സമയത്ത് കുട്ടി ട്യൂഷന് പോയിരിക്കുകയാണ്. എന്നെ അമ്മായിമ്മ വിളിച്ചു. എടി ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതെന്താ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിരത്തി അമ്മായിമ്മ വെച്ചു. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അല്ല നിൻ്റെ മുറി ഞാൻ ഒന്ന് തൂത്ത് വരാൻ കയറിയായിരുന്നു, തുടക്കുകയും ചെയ്തു. അപ്പോൾ ഇടി സൈഡിൽ ഒരു പെട്ടി പോലെ പല സാധനങ്ങളും ഇരിക്കുന്നു. ഞാൻ ഓർത്തു ഇത് വല്ല ടൂൾസിൻ്റെ ബോക്സ് ആയിരിക്കുമെന്ന്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആകൃതി കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ഇതെങ്ങനെ നിൻ്റെ റൂമിൽ വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി വേറെന്തെങ്കിലും ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയടി എന്ന് പറഞ്ഞു. അമ്മേ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൽ കുറേ കാര്യങ്ങളൊക്കെ വന്നു. എനിക്കാണെങ്കിൽ വലുതായിട്ട് അങ്ങോട്ട് ഇംഗ്ലീഷ് ഗ്രാഹ്യമില്ല, എങ്കിലും ഏകദേശം ഏതാണ്ടൊക്കെ മനസ്സിലായി. മൊബൈൽ ഉപയോഗിക്കാൻ പഠിച്ചതുകൊണ്ട് അങ്ങനെയുള്ള ഗുണമൊക്കെ ഉണ്ടടി. ഞാൻ ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തവളായിട്ട് നീ വിചാരിക്കരുത്, എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അമ്മേ അമ്മ തന്നെ. എടി ഇതൊക്കെ എന്താ വിശദമായിട്ട് എന്നോട് പറഞ്ഞതാ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാൻ മടിയായിരുന്നു. നീ ഇത് പറയണം, ഇല്ലെങ്കിൽ ഈ ഫോട്ടോ എടുത്ത് ഞാൻ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയാമെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അമ്മായിമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്ക് ഒരു ഊഹം മാത്രമേ ഉള്ളൂ മോളെ, പക്ഷേ ഇതിങ്ങനെയൊക്കെയുള്ളതാണെന്നും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ അവർ വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടക്കുന്നത്. ഇനിയിപ്പം നിൻ്റെ കുട്ടിയൊക്കെ എങ്ങനെയായിരിക്കും ദൈവത്തിനറിയാം. അവർക്ക് പറയാൻ പറ്റില്ല, വേറെന്തെങ്കിലും യന്ത്രങ്ങളായിരിക്കും വരുന്നത്. കൊള്ളാടി, പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ എല്ലാവരും വഴുതനങ്ങായും പാവയ്ക്കായൊക്കെ കുറ്റം പറഞ്ഞു. ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ ചിരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്ത് പ്രശ്നം? നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കുറേ വഴുതനങ്ങയും പാവയ്ക്കയും ഒക്കെ ഞാനും പറിച്ചിട്ടുണ്ട്. പിന്നെ ഭർത്താവ് ഉണ്ടായി കഴിഞ്ഞിട്ടും വഴുതനങ്ങയ്ക്കും പാവയ്ക്കും ഒക്കെ കറി വെക്കുന്നത് കൂടാതെ മറ്റു പല ഉപകാരങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടുണ്ട്. അതൊക്കെ ഒരു സ്ത്രീക്ക് ആവശ്യമായി വരും മോളെ. എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അയാൾ ഒരു വേസ്റ്റ്. എന്തായാലും നിൻ്റെ ഭർത്താവ് അവൻ പറഞ്ഞിട്ടാണ് നീ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ ഓക്കെ, ഗുഡ് തന്നെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ, ആ ചേട്ടൻ പോയതിൽ പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനില്ലാത്തതുകൊണ്ട് ചില പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ കൂട്ടുകാരൻ്റെ കയ്യിൽ ഇത് കൊടുത്തു വിട്ടതാണ്. ഇത് ഇമ്പോർട്ടഡാ, മറ്റ് രാജ്യങ്ങളിൽ മാത്രമേ കിട്ടൂ, ഇന്ത്യയിൽ കിട്ടില്ല. നിൻ്റെ മോളവും ഞരക്കമൊക്കെ കേട്ടുകഴിഞ്ഞപ്പം ഇതാണുള്ളിൽ നടക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നീ ഒരു മിടുക്കി തന്നെ. പിന്നെ ഒരു കാലത്ത് നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. സാധാരണ ആഗ്രഹമുള്ള പെണ്ണുങ്ങൾ ഭർത്താവില്ലാത്ത സമയത്ത് ഇതുപോലുള്ള അവസരങ്ങളിൽ വഴിതെറ്റിപ്പോകാറുണ്ട്. പക്ഷേ വഴിതെറ്റാതെ നീയും അവനും കൂടെ ശമനത്തിന് വേണ്ടി ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ, നല്ല കാര്യമാണ്. എനിക്കത്ര വിദ്യാഭ്യാസമില്ലെങ്കിലും ഇതൊക്കെ ഞാൻ അംഗീകരിക്കും. അതിന് അമ്മ ഇടയ്ക്കിടയ്ക്ക് വിദ്യാഭ്യാസം എന്ന് പറയേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അമ്മ പണ്ടേ പയറ്റി തെളിഞ്ഞ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനായ കുറ്റക്കാരി, എന്താണ് നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ല, അച്ഛനുമായിട്ട് അമ്മ നല്ല ടൈംസ് ഒന്നും ആയിരുന്നില്ലല്ലോ, എന്നിട്ടും അമ്മ ഇങ്ങനെ പിടിച്ചു നിന്ന് നല്ല ജില്ല നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്നും. എന്ത് ചെയ്യാനാ, അന്നീ പറഞ്ഞതുപോലെ പച്ചക്കറികൾ മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ടേ ഉണ്ട്. പക്ഷേ ആരെ കൊണ്ടുതരാനാ? എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കാനുമില്ല, കൊണ്ടുതരാനുമില്ല.
നീയെങ്കിലും ജീവിതം ആസ്വദിക്കൂ. അല്ലമ്മേ, അമ്മയ്ക്ക് ഇപ്പോഴും ആക്റ്റീവായുള്ള പല കാര്യങ്ങളും മനസ്സിലുണ്ടോ? വേണമെങ്കിൽ അമ്മ ഇത് എടുത്തോളൂ. അയ്യേ, ഒന്ന് പോടി. ദേ, എന്നെക്കൂടെ നീ വെറുതെ ഓരോന്ന് പറയിപ്പിക്കരുത് കേട്ടോ. നീ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണോ എനിക്ക് തരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലമ്മേ, ഇത് എടുക്കാത്തൊരു സാധനമുണ്ട്, നോക്ക്. ഒരേപോലുള്ള രണ്ടുണ്ട്. ഒന്നല്ലേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, ഒരെണ്ണം ഇത്തിരി വലുതാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. അമ്മ വേണമെങ്കിൽ എടുത്തുപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ, ഒന്ന് പൊടി, ഈ പ്രായത്തിലും അതൊന്നും എനിക്ക് ശരിയായില്ല. ഇത് കണ്ടപ്പം എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നി. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചതാണ്. സാരമില്ല, നീ ഉപയോഗിച്ചോളൂ. നീ ചെറുപ്പക്കാരിയല്ലേ. എനിക്കല്ലാതെ ഇനിയിപ്പോൾ ഇതൊക്കെ പറയാമെന്നല്ലേ ഉള്ളൂ. എനിക്ക് ഇതൊന്നും വേണ്ട മോളെ. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് കുറച്ച് താല്പര്യമുണ്ട് എന്ന് നിനക്കറിയാമല്ലോ. ഭർത്താവിൽ നിന്നുള്ള അവഗണന പല തെറ്റുകളും ചെയ്യാൻ എൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കുട്ടികളുടെയൊക്കെ ഒരു വലയത്തിലല്ലേ. അതുകൊണ്ട് എനിക്കൊരിക്കൽ പോലും സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം അതിൻ്റെ ഏജും കഴിഞ്ഞു പോയി. പക്ഷേ വിഷയങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അത് ഉറപ്പാണ് എന്ന് അമ്മായിമ്മ എന്നോട് പറഞ്ഞു. എന്തായാലും അന്ന് ഞങ്ങൾ തമ്മിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായി പറയാൻ തുടങ്ങി. ഒരു ദിവസം അമ്മായിമ്മ തന്നെയാണ് എന്നോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. ഒരു പെണ്ണും അല്ലെങ്കിൽ ഒരമ്മയും മരുമകളോട് ഇങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറയാണ്, യന്ത്രങ്ങൾ അല്ല ശരിക്കും നല്ലത്. ശരിക്കും എന്തിനാ മോളെ യന്ത്രങ്ങൾ? ഇവിടെ എത്രയോ ആവശ്യക്കാരുണ്ട്. നീ ഒന്ന് ചുറ്റും കണ്ണോടിക്കൂ. നിന്നെ കൊതിയോടുകൂടി നോക്കുന്ന ഒത്തിരി ആൾക്കാരില്ലേ. യന്ത്രങ്ങൾ അവിടെ റെസ്റ്റ് എടുക്കട്ടെ മോളെ. നീ ഒന്ന് നോക്കൂ. നിനക്ക് അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ മകൻ അറിയുകയൊന്നും വേണ്ട. ഞാൻ ഫുൾ സപ്പോർട്ടാണ്. അമ്മ എന്താ എൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ടും എന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? അല്ലടി, ഞാൻ അതൊന്നുമല്ല പറയുന്നത്. എനിക്ക് ശരിക്കും അറിയാം, ഒരു സ്ത്രീ ആയ കാലത്താണ് ആടുകയും പാടുകയും ചെയ്യേണ്ടത്. സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുകയും ചെയ്യണം. സ്വരം പോയി കഴിഞ്ഞ് ആടാനും പാടാനും നടക്കുകയും ചെയ്യരുത്. എൻ്റെ അവസ്ഥ ആടാനും പാടാനുമുള്ളത് കഴിഞ്ഞു. നീ അങ്ങനെയല്ല. ഈ അവസരം നീ നന്നായി മുതലെടുക്കണം. നീ വിചാരിക്കുന്ന പോലെ എൻ്റെ മോൻ നിന്നെ മാത്രം പ്രേമിച്ച് നടക്കുന്ന ആളൊന്നുമല്ല. അവന് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ 2-3 പെണ്ണുങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവനെ കൈയോടുകൂടി പല സാഹചര്യത്തിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചത് 3. അവന് 30 300 ഉള്ളതെന്ന് ആർക്കറിയാം. പക്ഷേ നിന്നോട് അവൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ചില സമയത്തൊക്കെ അതിൻ്റെ പല ഭാഗങ്ങളും കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. നീ അറിയാതെ അവനവിടെ അടിച്ചു പൊളിക്കുന്നവനാടി. അവനൊന്നും നിന്നിൽ മാത്രം അടങ്ങി ഒതുങ്ങി ചിന്തിച്ച് നടക്കുന്നവനൊന്നുമല്ല. അവൻ ഇഷ്ടം പോലെ അവിടെ സാഹചര്യങ്ങളുണ്ട്, അത് എൻജോയ് ചെയ്യുന്നവനാണ്. പക്ഷേ നിന്നോട് പറയുമ്പോൾ പറയും നീ അല്ലാതെ ആരുമില്ലെന്ന്. അതാണല്ലോ ഭാര്യയ്ക്ക് വേണ്ടത്. പക്ഷേ ഒരു കണക്കിന് നോക്കുമ്പോൾ ഭാര്യയ്ക്ക് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന, നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നവനാണ് അവൻ. എന്ന് വെച്ചിട്ട് അവന് നിന്നോട് പോസിറ്റീവ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലൊരു ഐഡിയ നിന്നോട് പറഞ്ഞില്ല. അവൻ ഏത് രാജ്യത്ത് പോയാലും നന്നായി കുഴി കുത്തുവടി. അതെനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എന്ന് വെച്ചിട്ട് എനിക്ക് അവനോട് സ്നേഹക്കുറവൊന്നുമില്ല. 3-4 കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെയാണ് അവൻ്റെ തലവേദനകളൊക്കെ പറഞ്ഞ് ശരിയാക്കി ഒഴിവാക്കി കൊടുത്തത്. അവൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് നിന്നിട്ടില്ലെന്ന് എനിക്ക് അവൻ അവധിക്ക് വരുമ്പോൾ മനസ്സിലാകും. നീ അങ്ങ് ഡ്യൂട്ടിക്ക് പോയല്ലോ, ആ സമയത്ത് അവനിവിടെ പല കമ്പികളുമുണ്ട് മോളെ. അവൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ മിടുക്കുള്ളവനാണ്. ഈ പറഞ്ഞതൊക്കെ കേട്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. അതിൻ്റെ കൂടെ തകർന്നു പോവുകയും ചെയ്തു. ഭർത്താവിനോട് ഇത്രയും നാൾ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്കത് ഉണ്ടാക്കി പറയേണ്ട കാര്യമില്ല. അമ്മ എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് വിഷമാകുമെന്നറിയാം. ഇനിയിപ്പം ഭർത്താവിനെ പിരിയാനൊന്നും പറ്റില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷേ പിരിഞ്ഞില്ലെങ്കിൽ മോളെ, അവൻ നിനക്ക് അയച്ചു തന്ന യന്ത്രങ്ങളല്ല നിനക്ക് ആവശ്യം. യന്ത്രമല്ലാത്ത സ്വാഭാവികമായ കാര്യങ്ങൾക്ക് പുറകെ നിനക്ക് പോകരുതോ. നീ എന്തിനും തുനിഞ്ഞിറങ്ങിക്കൂ. അമ്മ സപ്പോർട്ട് ചെയ്യാം. പുറത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് അന്ന് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് മോൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് അമ്മ 100 വട്ടമെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോട് വാശി എനിക്കേറി. കൂട്ടിച്ചോപ്പിക്കാനൊക്കെ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് യന്ത്രങ്ങൾ എടുത്ത് മൂലയിലിടുക, എന്നിട്ട് യന്ത്രവൽകൃതമല്ലാത്ത സ്നേഹങ്ങൾ തേടിപ്പോവുക എന്നുള്ളതായിരുന്നു. ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക്
എൻ്റെ തന്നെ സ്ഥാപനത്തിൽ എന്നെക്കാളിളയ ഒരു പയ്യൻ, അവൻ നല്ല സ്നേഹമാണ് എന്നോട്. അവന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യമൊന്നും ഞാൻ ആരോടും സംസാരിക്കില്ലല്ലോ. ഈ അവസരം വന്നപ്പോൾ ഞാൻ ചിരിച്ച് സിഗ്നൽ കൊടുക്കാൻ തുടങ്ങി. ചെക്കൻ 2 ആഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വലയിലേക്ക് വീണു. അവനോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഹസ്ബൻഡുണ്ട്, വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. പ്രേമം സ്നേഹമെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. വലിയ പൊസസീവ്നെസ് ഒന്നും കാണിക്കാതിരിക്കുകയാണെങ്കിൽ എൻ്റെ മണിയറയിലെ ഒരു കിളിവാതിൽ നിനക്ക് ഞാൻ തുറക്കും. വരിക, പൊയ്ക്കോളുക. അത് മാത്രമേ ഉള്ളൂ. അമ്മായിമ്മ അവിടെ ഉണ്ട്, പുള്ളിക്കാരി ശല്യമൊന്നും കാണില്ല എന്ന് ഞാൻ പറഞ്ഞു. അവൻ്റെ കാര്യം ഞാൻ അമ്മായിമ്മയോട് പറഞ്ഞു. പക്ഷേ അമ്മായിമ്മയ്ക്ക് അവനെ കണ്ടേ പറ്റൂ. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. അമ്മായിമ്മ അവനോട് ദീർഘനേരം സംസാരിച്ചു. വരും വരായികൾ എങ്ങനെയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ആളുകൾ അറിയാതെ എങ്ങനെ വരണം, എങ്ങനെ പോകണം, എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണമെന്ന് ചെക്കന് അമ്മായിമ്മ ഒരു സ്റ്റഡി ക്ലാസ് അങ്ങ് കൊടുത്തു. ഇതൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും കുശാഗ്ര ബുദ്ധിയുള്ളതെന്ന്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ മുറിയിലേക്ക് തങ്കത്തളികയുമായി അവനെ കടന്നു കയറാൻ അനുവദിച്ചത്. ഞാനാണെങ്കിൽ അമ്മായിയമ്മയ്ക്ക് 100 നമസ്കാരം മനസ്സിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ കിളിവാതിൽ മെല്ലെ തുറന്നു. കിളി ചിലച്ചു, കിളികിലെ കൈവള ചിരിച്ചു എന്നല്ലേ കവി പാടിയത്. ഇവിടെ പലതും ചിരിച്ച് വിരിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ മാരോത്സവം കൊടിയേറി. ഇങ്ങനെയൊക്കെയാണെങ്കിലും സാങ്കേതികമായ ഉപദേശങ്ങളൊക്കെ നൽകി എൻ്റെ കുട്ടിയെ മാനേജ് ചെയ്ത് അമ്മായിയമ്മ രംഗത്തുനിന്ന് മാറി നിൽക്കും. പക്ഷേ അമ്മായിയമ്മ എന്നോട് പറഞ്ഞത്, ഒരു കൊമ്പിൽ മാത്രം ഊഞ്ഞാലിട്ടാടരുത്, പല കൊമ്പുകളിലും ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞു. അമ്മായിമ്മയുടെ ഉപദേശം ശിരസാ വഹിച്ച് എനിക്ക് 3-4 ബന്ധങ്ങൾ ഇപ്പോൾ ഉണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും, ഇതെല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആകുമോ? എന്നെ എന്തിനാണ് അമ്മായിമ്മ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഭർത്താവ് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പ് തോന്നുമോ? എല്ലാം കൂടി ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. എങ്കിലും അമ്മായിമ്മയ്ക്ക് വേറെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടാകുമോ? എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണോ? വിചിത്രമായിട്ട് എന്തുകൊണ്ടാണ് പെരുമാറുന്നത്? ഇങ്ങനെയുള്ള പല സംശയങ്ങളുമുണ്ട്. പക്ഷേ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ ജീവിതം മനോഹരവും സുഖകരവുമായി പോകുന്നു. ഞാനിതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉള്ളതും കൂടി നശിപ്പിക്കുമല്ലോ എന്നോർത്ത് ഇപ്പോൾ ഞാൻ പോകുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ സംശയങ്ങളുണ്ട്. ഇത് കേട്ടിട്ട് മാഡത്തിന് വല്ല സംശയങ്ങളുമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ സിറ്റുവേഷൻ കുറച്ച് ദുരൂഹം തന്നെയാണ്. കാര്യം അമ്മായിമ്മ സാധാരണ മരുമകളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന കാണാറുണ്ട്. പക്ഷേ അവർക്കും കൂടി എന്തെങ്കിലും ബെനിഫിറ്റ് വേണമെന്നാണ്. പക്ഷേ ഇവിടെ അമ്മായിമ്മയ്ക്ക് ബെനിഫിറ്റ് ഒന്നും വേണ്ട, എന്നാൽ നിങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സംശയം തോന്നും. ആ സംശയം എല്ലാവർക്കും തോന്നാം. ഇതിൽ 2 കാര്യങ്ങൾ വരാം. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവ് ഈ ഒരു രീതിയിൽ എന്നോട് അവഗണന മാത്രമായിരുന്നു. എനിക്ക് പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും അതിന് ഇനിയൊരു ബാല്യമൊന്നുമില്ല, എനിക്ക് വേണ്ട. പക്ഷേ സ്ത്രീയായുള്ള എൻ്റെ മരുമകൾ, എൻ്റെ മകൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വഞ്ചിക്കുകയാണ്. അവളെങ്കിലും നല്ലൊരു ജീവിതം ജീവിക്കട്ടെ, അവളൊന്ന് ശരിക്കും അവന് ഒത്തൊരാളാകട്ടെ. അവൻ ഇങ്ങനെ വഞ്ചിക്കുന്നുവെങ്കിൽ അവളും വഞ്ചിച്ച് അവന് സമമാകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഉന്നതമായ ചിന്താഗതി അമ്മായിമ്മയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ കാണുമായിരിക്കാം. ചില ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമായിരിക്കാം. ഒരു പ്രത്യേകതരം സ്വഭാവത്തിലുള്ള ചിന്താഗതി ആയിരിക്കാം. പക്ഷേ ഇനി അതല്ലാതെ വേറെന്തെങ്കിലും ദുരൂഹമായ കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. അവർക്ക് വേറെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരുന്നെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ജാഗരൂകയായിരിക്കുക. പക്ഷെ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്, നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കരുത്. നമുക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതങ്ങ് ഭയങ്കര ലെവലിലേക്ക് അർമാദിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. കിട്ടിയ സ്വാതന്ത്ര്യം ആവശ്യത്തിൽ കൂടുതൽ ദുരുപയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയോ ചെയ്യരുത്. അതിൽ ശരിക്കും ഡൗട്ടുണ്ട്. ആ ഡൗട്ട് നമുക്കിപ്പോൾ എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. കാര്യം മറ്റൊരാളുടെ മനസ്സും ഒന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ജീവിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നല്ലതാണെന്നോ മഹത്തരമാണെന്നോ അനുകരണീയമാണെന്നോ എനിക്ക് യാതൊരു അഭിപ്രായമില്ല. എനിക്കതിനോട് യോജിക്കാനും പറ്റുന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണല്ലോ.